കാറിങ്ങനെ പോകുന്ന സമയത്ത് നായ അതിൻ്റെ പുറകിൽ വലിയ ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി കുരച്ച് ചാടി ഇങ്ങനെ ഓടുന്നത് കാണാം. നമ്മൾ എന്താ വിചാരിക്കുക, ഇപ്പോൾ പിടിച്ചു കളയുന്നതായിരിക്കും. പക്ഷെ കാറൊന്ന് നിർത്തിയാൽ എന്താ ചെയ്യുക? വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം സാക്ഷാത്കരിക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാർഗമാണ് എന്ന്. പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല. ലോ ഓഫ് അട്രാക്ഷൻ ആധികാരികമായിട്ടുള്ള പരിശീലനങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. പക്ഷേ പലപ്പോഴും സാധാരണ വ്യക്തികളെ കേട്ടറിവുകൾ ഉപയോഗിച്ച് ഇതുപോലെ വീഡിയോകളിലെ ചില കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൃത്യത ലഭിക്കാറില്ല. കൃത്യത ലഭിക്കാത്തത് കൊണ്ട് തന്നെ റിസൾട്ടിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. പലപ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു റിസൾട്ട് അവിടെ കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള റിസൾട്ട് കിട്ടാതെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവർക്ക് ലോ ഓഫ് അട്രാക്ഷനുള്ള വിശ്വാസം നഷ്ടപ്പെടും, അല്ലേ? എല്ലാം കളവാണ് എന്നെല്ലാം പറഞ്ഞിട്ട് മാറി നിൽക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും. എന്നാൽ അതിനപ്പുറം നമ്മുടെ കയ്യിൽ ഒരു ടൂൾ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടെന്നിരിക്കട്ടെ. ആ കത്തി കൃത്യമായിട്ട് എന്ത് കാര്യത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് ഫലപ്രാപ്തി ഉണ്ടാകും. അതല്ലാത്ത പക്ഷം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ അത് കിട്ടിയാൽ ഒരുപക്ഷെ അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത പോലുമുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആധികാരികമായിട്ട് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഫലപ്രദമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഈ ഒരു വിഷയത്തിൽ ധാരാളം നിയമങ്ങളുണ്ട്, ധാരാളം കൃത്യമായിട്ടുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളുള്ളതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്, രീതികളുണ്ട്. ആ രീതികൾ നമ്മുടെ മനസ്സിൻ്റെ വ്യത്യസ്തതകളായിട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ പറയുന്ന നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ എന്ത് ഒരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്തും പ്രതീക്ഷിക്കുന്ന സമയത്തും അതിന് ഞാൻ പൂർണ്ണമായിട്ടും അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ്, വിശ്വാസമല്ല ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതല്ലാതെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമോ, ഇതിനെല്ലാം ഞാൻ അർഹനാണോ അർഹയാണോ തുടങ്ങിയ സംശയങ്ങൾ വെച്ചുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ഫലപ്രാപ്തി പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം നമ്മുടെ മനസ്സ് തന്നെ, നമ്മുടെ സ്വന്തം മനസ്സ് തന്നെ നമ്മളിലൊരു പ്രതിരോധം സൃഷ്ടിക്കും, നമ്മളിലൊരു ശത്രുതാ മനോഭാവം സൃഷ്ടിക്കും. ഒരു ഉദാഹരണത്തിന് ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുതരാം. കുറേ കാലങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നുണ്ട്. അദ്ദേഹം ഏതൊക്കെയോ പരിശീലനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നെല്ലാം പറയുകയുണ്ടായി. മാത്രമല്ല അത് പറയുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം മൊബൈലിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ കാണുകയായിരുന്നു. ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു വീട്, അതിന് സമാനമായിട്ടുള്ള അവിടെ മറ്റ് അറേഞ്ച്മെൻറ്റുകൾ, മറ്റ് തയ്യാറെടുപ്പുകൾ, ഫർണിഷിങ്, അങ്ങനെ എല്ലാം കൊണ്ടും കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു വീടാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, എന്തിനാണിത് കാണുന്നത്? സ്ഥിരമായിട്ട് അദ്ദേഹം കാണുന്നത്, സംസാരിക്കുന്നതിനിടയിൽ കാണുന്നുണ്ട്, യാത്ര ചെയ്യുന്നതിനിടയിൽ കാണുന്നുണ്ട്, വെറുതെ ഇങ്ങനെ മുന്നിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇതിങ്ങനെ കാണുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, അവിടെ നിന്ന് തന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നാൽ ഇത് നമ്മളിലേക്ക് വന്നെത്തിച്ചേരുമെന്നാണ്, അത് സംഭവിക്കുമെന്നാണ് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വിധത്തിൽ ഒരു വീട് നിങ്ങൾക്ക് കിട്ടിയാൽ, നിങ്ങൾക്ക് കിട്ടി എന്നിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെയായിരിക്കും അവിടെ ജീവിക്കുക? വെറുതെ ചോദിച്ചു. കാരണം ഇദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, എനിക്കറിയാം, തികച്ചും സാധാരണക്കാരനാണ്. അപ്പോൾ എൻ്റെ ഈ ചോദ്യം അദ്ദേഹം തീരെ പ്രതീക്ഷിച്ചില്ല. എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ?
അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടേയില്ല. ഈ വിധത്തിലൊരു വീട് കിട്ടിയാൽ എങ്ങനെയായിരിക്കും ഞാൻ അവിടെ ജീവിക്കുക, എങ്ങനെയായിരിക്കും അവിടെ കഴിയുക, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ പോലും അദ്ദേഹം എന്നോട് ഒരു അല്പസമയത്തെ ഒരു നിശബ്ദതയ്ക്ക് ശേഷം എന്നോട് വളരെ ആശ്ചര്യഭാവത്തിൽ പറയുകയാണ്, അയ്യോ, ഇങ്ങനെയുള്ളൊരു വീട്ടിലെല്ലാം നമുക്ക് താമസിക്കാൻ പറ്റുമോ സാറേ? മനസ്സിലാവുന്നുണ്ടോ അതിലൊരു ഒരു ഒരു ബുദ്ധിശൂന്യത? അതായത് അങ്ങനെ ഒരു വീട് കിട്ടിയാൽ അതിലെനിക്ക് താമസിക്കാനുള്ള അർഹതയില്ല എന്ന് ഇപ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, ധരിച്ചിരിക്കുന്നുണ്ട്. ഇവിടെയാണ് സ്വന്തം മനസ്സ് തന്നെ ശത്രുസ്ഥാനത്ത് നിന്ന് പ്രതിരോധം തീർക്കും എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മൾ എന്താഗ്രഹിക്കുമ്പോഴും അതിന് ഞാൻ അർഹനാണ്, അർഹയാണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം, പല വീഡിയോയുടെയും ചുവട്ടിൽ കമൻറ്റുകളായിട്ട് കാണാറുണ്ട്, എന്നിലേക്ക് 100 കോടി രൂപ അടുത്ത മാസം വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു സംതിങ്, അല്ലെങ്കിൽ 1000 കോടി വന്നുകൊണ്ടേയിരിക്കുന്നു, 10,000 കോടി വന്നുകൊണ്ടേയിരിക്കുന്നു, സംതിങ് ഈ വിധത്തിലെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ എഴുതുന്ന ഒരാൾ വാസ്തവത്തിൽ ഒരാത്മാർത്ഥതയുമില്ല, അതിനോട് ഒരാത്മാർത്ഥതയും പുലർത്തിയിട്ടല്ല ഇരിക്കുന്നത് എന്ന് കരുതി ആ വിധത്തിൽ എഴുതണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ നിങ്ങളവിടെ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിലപ്പുറം എഴുതിയാൽ നിങ്ങളുടെ മനസ്സിന് അവിടെ എത്താൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിനവിടെ എത്താൻ പറ്റിയില്ല എങ്കിൽ എങ്ങനെയാണ് അത് ഭൗതിക തലത്തിൽ സംഭവ്യമാകുന്നത്, സാധ്യമാകുന്നത്? ഇതാണ് കാര്യം. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, അത് നായ കാറിൻ്റെ പിന്നാലെ ഓടിയതുപോലെയേ ഉള്ളൂ എന്ന് പറയാറില്ലേ? എന്താ നായ കാറിൻ്റെ പിന്നാലെ ഓടുന്നത്? നായയുടെ കാറിങ്ങനെ പോകുന്ന സമയത്ത് നായ അതിൻ്റെ പുറകിൽ വലിയ ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി കുരച്ച് ചാടി ഇങ്ങനെ ഓടുന്നത് കാണാം. നമ്മൾ എന്താ വിചാരിക്കുക, ഇപ്പോൾ പിടിച്ച് കളയുന്ന വിചാരിക്കും. പക്ഷെ കാറൊന്ന് നിർത്തിയാൽ എന്താ ചെയ്യുക? നായ ആ കുരയെല്ലാം മതിയാക്കി വന്ന വഴിക്ക് മടങ്ങിപ്പോകും, അടുത്ത കാറ് തേടിയിട്ട്. ഇതാണ് എൻ്റെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ പിന്നാലെ യാത്ര തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നായ ഓടുന്ന മാതിരി ഓടുന്ന സമയത്ത് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ഉൾക്കൊള്ളാനുള്ള ഒരു മൈൻഡ് സെറ്റ്, സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും നമ്മളിലുണ്ടാകണം. അതല്ല എങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ടാകും. ഇതിനു മുൻപും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ആവർത്തിക്കാനുള്ള കാരണം, വീണ്ടും പലരും കമൻറ്റുകളിലൊക്കെ ഞാൻ വായിച്ചു നോക്കുന്ന സമയത്ത് പലരും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ ഒരു ആഗ്രഹം എന്തു തന്നെ ആയിക്കോട്ടെ, അത് ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തൂ. പറഞ്ഞത് കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുന്ന വിധത്തിലുള്ള ഒരാഗ്രഹമായിരിക്കണം അത്. അപ്പോൾ ഇനി നമ്മൾ എന്താഗ്രഹിക്കുമ്പോഴായാലും ശരി, അത് നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും. എനിക്കത് ആവശ്യമുണ്ട്, എനിക്കത് സ്വീകരിക്കാൻ സാധിക്കും, എനിക്കതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഉപയോഗപ്പെടുത്താനും എല്ലാം പൂർണ്ണമായിട്ടും സാധിക്കും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ വേണം എഴുതാൻ. അങ്ങനെ ഉറപ്പില്ലാത്ത കാര്യം വെറുതെ എഴുതി വയ്ക്കരുത്, വെറുതെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. 1 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുക്കുമ്പോൾ, അഫർമേഷൻ കൊടുക്കുമ്പോൾ, സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ പക്ഷം ആ 1 കോടിയിൽ അല്ലെങ്കിൽ 10 കോടിയിലോ 100 കോടിയിലോ എത്ര പൂജ്യങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. പൂജ്യങ്ങളുണ്ട് എങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതല്ലാതെ വെറുതെ ഇങ്ങനെ എഴുതിക്കൂട്ടരുത്. അതുകൊണ്ട് ഗുണമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതാണ് പറഞ്ഞത്. അതിന് ലോ ഓഫ് അട്രാക്ഷനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊന്ന് ശ്രദ്ധിക്കൂ. പിന്നെ മറ്റൊരു കാര്യം, ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അത് മറക്കണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ വിധത്തിലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആധികാരികമായ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഓൺലൈൻ ട്രെയിനിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശരി, ആ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമാണ്. 21 ദിവസമാണ് അതിൻ്റെ കാലാവധി. ചെറിയ കോഴ്സുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിലോ, അല്ലെങ്കിൽ 7510164997 എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം.
അപ്പോൾ ഈ വിധത്തിലുള്ള വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.